മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. സംഭവം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില മണിക്കൂറുകൾക്ക് മുന്നേ ഈ ഇന്റർവ്യൂ കണ്ടതേ. അതിനിപ്പോ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ, സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഇപ്പം എന്താ പ്രശ്നം? കുറച്ച് ക്രേസി ആണല്ലേ? ക്രേസി അല്ല, കാരണം നോ എന്നൊരു കാര്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സാധനം ഒരാൾ വന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നോ എന്ന് പറയാറില്ല. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കും. മാക്സിമം ചെയ്തു കൊടുക്കും. എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് അത് ഞാൻ നോ എന്ന് പറയില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂർ മുന്നേ ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ ഇന്റർവ്യൂ കണ്ടു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുഷ്യർക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും അറിയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കണ്ണു വെച്ച പോലായിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും. ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ആ ഒരു ഫേസ് കട്ടിനെ കുറിച്ച് അയാൾ പറഞ്ഞു, അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ട് ആണ് ആ ഒരു ഇന്റർവ്യൂ കണ്ടത്. അത് കഴിഞ്ഞ് ചില മണിക്കൂറുകൾക്ക് ശേഷം ആ ന്യൂസ് വന്നപ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരു കഷ്ടം തോന്നി. കാരണം എന്തുകൊണ്ടായിട്ട് പുള്ളി എങ്ങനെ അറിഞ്ഞു, പുള്ളിക്ക് എങ്ങനെ അത് തോന്നി, ആ വാക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ ഉള്ളത് ആ ഒരു ചിന്തയായിപ്പോയി. കാരണം മനുഷ്യർക്ക് പെട്ടെന്ന് ലാസ്റ്റ് മൂമെന്റ് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നത് ഭയങ്കര സത്യമാണെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം, എൻ്റെ ടൈം കഴിഞ്ഞു. പുള്ളിയുടെ വാ കൊണ്ട് പറഞ്ഞു എൻ്റെ ടൈം കഴിഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്കും. മലയാളികൾക്ക് ഇത് കണ്ട ആർക്കും ആ ഒരു സംഭവം വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അയാളുടെ ഒരു 2-3 മണിക്കൂർ മുന്നേ അത് ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ. ജസ്റ്റ് കണ്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ന്യൂസ് വരുന്നത്. സംഭവം വിശ്വസിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സംഭവമായിപ്പോയി, ഒരു സാഡ് ന്യൂസ് ആയിപ്പോയി, വല്ലാത്ത അനുഭവമായിപ്പോയി. ഇത് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സംശയം, ഇത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മനുഷ്യർ വല്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റുന്നു എന്നുള്ളത് ഈ മനുഷ്യന് ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിനും ഒക്കെ അപ്പുറത്ത് എന്തൊക്കെയോ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നതിന് തെളിവല്ലേ ഇതൊക്കെ. കാരണം നമുക്കാർക്കും ഒന്നിനോടും ഒരു വിശ്വാസവും താല്പര്യവും ഒന്നുമില്ല. പരസ്പരം വിദ്വേഷവും വൈരാഗ്യവും തമ്മിലടിയും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന് ചിന്തിക്കണം. നമ്മളൊന്നും ആരുമില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന വെറും തുച്ഛമായ മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിൽ. നമ്മളൊന്നുമല്ല. അതിന് ഏകപ്പെട്ട ഒരു ബലമായ ഒരു തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. അറം പറ്റി, വല്ലാത്തൊരു അവസ്ഥ.